ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? എല്ലാവരും രാവിലെ തന്നെ മിടുക്കരായി ടീച്ചറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ. കാഴ്ചകൾ കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? നെൽപ്പാടത്തിൽ അല്ലേ? നോക്കിക്കേ, പച്ച വിരിച്ച നെൽപ്പാടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നെൽപ്പാടത്തിന് വയൽ എന്നും പറയും. എന്തു പറയും? വയൽ. നെൽപ്പാടത്തിൽ എന്തുണ്ട് കൂട്ടുകാരെ? നെൽച്ചെടി. നെൽച്ചെടി കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? നോക്കിക്കേ, നെൽച്ചെടി. നെൽച്ചെടിയിൽ എന്തുണ്ടാവും? നെല്ലുണ്ടാവും. നെൽച്ചെടിയുടെ മുകളിലാണ് നെല്ലുണ്ടാവുന്നത്. ആ നെല്ല് നമ്മൾ എന്ത് ചെയ്യും? ആ നെല്ല് എടുത്ത് കുത്തിയാണ് നമ്മൾ അരിയുണ്ടാക്കുന്നത്. ആ അരി വെച്ച് നമ്മൾ ചോറുണ്ടാക്കും അല്ലേ? കൂട്ടുകാരെ, നെൽകൃഷി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മൾക്കൊരു പാട്ടിലൂടെ കേട്ടു നോക്കാം. പാട്ട് കേട്ടാൽ മാത്രം പോരാ, കൂട്ടുകാരും ടീച്ചറിനോടൊപ്പം കൂടണം. നമ്മൾ ഒരുമിച്ചാണ് നെൽകൃഷി ചെയ്യാൻ പോകുന്നത്. വെറുതെ ഇരുന്നാൽ പോരാ, ടീച്ചറിനോടൊപ്പം കൂട്ടുകാരും എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ? നല്ല കുട്ടികളല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും നിന്നല്ലോ. എന്താണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നതിന് ആദ്യം എന്ത് ചെയ്യണം? നിലമൊരുക്കണം. എന്ത് ചെയ്യണം? നിലമൊരുക്കണം. നിലമൊരുക്കുന്നതിന് നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് മൺവെട്ടി വേണം. മണ്ണിലാണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു മൺവെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? കൂട്ടുകാരെ, ടീച്ചർ മൺവെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മൺവെട്ടി ഉപയോഗിച്ച് നമ്മൾ ആദ്യം നിലമൊരുക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. മണ്ണ് ഞാൻ വെട്ടുമ്പോൾ ആടുന്നു പാടുന്നു. എങ്ങനെയാണ്? മണ്ണ് ഞാൻ വെട്ടുമ്പോൾ ആടുന്നു പാടുന്നു. അങ്ങനെ നമ്മൾ മൺവെട്ടി എന്ത് ചെയ്തു? നിലമൊരുക്കി. ഇനി എന്ത് വേണം നമ്മൾക്ക്? വിതയ്ക്കാൻ വിത്ത് വേണം. എന്ത് വിത്ത് വേണം? നെൽവിത്ത്. ടീച്ചർ നെൽവിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾക്ക് വിതയ്ക്കാം. നെല്ലു ഞാൻ വിതയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. എങ്ങനെയാണ്? നെല്ലു ഞാൻ വിതയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. അങ്ങനെ നമ്മൾ നെല്ല് വിതച്ചു. അത് മാത്രം മതിയോ? ഇനി എന്ത് വേണം? നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കാം. വെള്ളം നനയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. എങ്ങനെയാണ്? വെള്ളം നനയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. അങ്ങനെ നമ്മൾ വെള്ളം നനച്ച് നമ്മുടെ നെൽച്ചെടി വളർത്തി അല്ലേ? നെൽച്ചെടി വളർന്നു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? നെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെല്ല് കൊയ്യണം. നെല്ല് കൊയ്യുന്നതിന് നമ്മൾക്ക് എന്ത് വേണം? കൊയ്ത്തരിവാൾ. കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? നമ്മൾക്ക് എന്ത് വേണം? കൊയ്ത്തരിവാൾ വേണം. ഈ കൊയ്ത്തരിവാൾ വെച്ച് നെല്ല് കൊയ്യുന്നത് എങ്ങനെയാണ്? നെൽച്ചെടിക്ക് അധികം ഉയരമില്ല. അതുകൊണ്ട് നമ്മൾ കുനിഞ്ഞു നിന്ന് വേണം നെല്ല് കൊയ്യാൻ. നമുക്ക് നെല്ല് കൊയ്യാം. നെല്ല് ഞാൻ കൊയ്യുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ല് ഞാൻ കൊയ്യുമ്പോൾ ആടുന്നു പാടുന്നു. അങ്ങനെ നമ്മൾ നെല്ലെല്ലാം കൊയ്തെടുത്തു. അത് മാത്രം മതിയോ? നമ്മൾക്ക് നെല്ല് നിറച്ചു വെക്കാൻ ഒരു പത്തായം വേണം. എന്താണെന്ന് അറിയുമോ പത്തായം?
നെല്ല് ശേഖരിച്ചു വെക്കുന്ന വലിയ പാത്രമാണ് പത്തായം. അങ്ങനെ നമ്മുടെ പത്തായവും ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് നെല്ല് നിറയ്ക്കാം. നെല്ലു നിറയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. വേഗം നിറച്ചേ. നെല്ലു നിറയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. അങ്ങനെയാണ് നമ്മൾ നെൽകൃഷി ചെയ്തത്. ഇനി ടീച്ചറിനും കൂട്ടുകാർക്കും ഒരുമിച്ച് പാടി നോക്കാം. റെഡിയായിട്ടിരിക്കണം. പാടാൻ പോകുവാണ്. എല്ലാവരും എഴുന്നേറ്റ് നല്ല ഉത്സാഹത്തോടു കൂടി നിൽക്കണം. റെഡിയല്ലേ? കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പാട്ട് ഒന്നുകൂടെ പാടി നോക്കാം. ടീച്ചറിനൊപ്പം പാടണം കേട്ടോ. മണ്ണ് ഞാൻ വെട്ടുമ്പോൾ ആടുന്നു പാടുന്നു. മണ്ണ് ഞാൻ വെട്ടുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ലു ഞാൻ വിതയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ലു ഞാൻ വിതയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. വെള്ളം നനയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. വെള്ളം നനയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ലു ഞാൻ കൊയ്യുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ല് ഞാൻ കൊയ്യുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ല് ഞാൻ നിറയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. നെല്ല് ഞാൻ നിറയ്ക്കുമ്പോൾ ആടുന്നു പാടുന്നു. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പാടിയല്ലോ. ഈ പാട്ട് ഇഷ്ടമായോ? ഇത് വളരെ പണ്ട് കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയാണ്. ഇന്ന് നമ്മൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് കൃഷി കൂടുതലും ചെയ്യുന്നത് കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ നെൽവയൽ കണ്ടു, നെൽച്ചെടിയും കണ്ടു. ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? മരങ്ങൾ. നമ്മൾ കാണാൻ പോകുന്നത് മരങ്ങൾ. മരങ്ങൾക്ക് വൃക്ഷങ്ങളെന്നും നമ്മൾ പറയും. എന്തു പറയും? വൃക്ഷങ്ങൾ. ചെടികളും മരങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ചെടികൾ നോക്കി എങ്ങനെയാണ്? ചെടികൾ ഉയരം പൊതുവെ കുറവാണ്, ചെറിയ തണ്ടാണ്. മരങ്ങളാണെങ്കിലോ വലിയ തടിയുണ്ട്, ഉയരം കൂടുതലാണ്. പിന്നെന്താണ്? ധാരാളം ചില്ലകളുണ്ട്. ചില്ലകളിൽ ധാരാളം ഇലകളുണ്ട്. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ കാണാറുണ്ടല്ലോ മാവ്. മാവ് ഒരു മരമാണോ ഒരു ചെടിയാണോ? മരം. എന്താണ്? മരം. മാവ് ഒരു മരമാണ്. നമ്മുടെ വീട്ടിൽ കാണാറുള്ള റോസയോ? ചെടി. റോസ ഒരു ചെടിയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാരെ, ഇനി നമ്മൾക്കൊരു മരത്തിന് പരിചയപ്പെടാം. ആ മരത്തിന് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മരത്തിന് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഹായ് കൂട്ടുകാരെ, എന്നെ മനസ്സിലായോ? ഞാനൊരു മരമാണ്. എനിക്ക് പല ഭാഗങ്ങളുണ്ട്. ദാ എൻ്റെ ഇലകൾ ഇങ്ങനെ കാറ്റിലിളകുന്നത് കണ്ടില്ലേ? നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഈ കാറ്റിന് ശക്തി കൂടി വലിയ കാറ്റടിച്ചാലോ? മറിഞ്ഞു വീഴാതെ എന്നെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് വേരുകളാണ്. അത് മണ്ണിനടിയിലാണ്. അത് പടർന്ന് പടർന്ന് ഒരുപാട് ആഴത്തിൽ പോയിട്ടുണ്ട്. എൻ്റെ കാലുകളാണ് വേരുകൾ. ദാ ഈ കുഞ്ഞിക്കിളി എൻ്റെ കൂട്ടുകാരനാ. ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. ഇപ്പോൾ ഈ കിളി ഇരിക്കുന്നത് എൻ്റെ മറ്റൊരു ഭാഗത്താണ്. അതാണ് ചില്ല, കൊമ്പ്, ശിഖരം എന്നും പറയും. ഇതുപോലെ ഒരുപാട് പേർ എൻ്റെ ചില്ലയിലാണ് കൂടുകൂട്ടി താമസിക്കുന്നത്. ആ വരുന്നയാളെ കൂട്ടുകാർക്ക് അറിയാമോ? അതാണ് അണ്ണാൻ, അണ്ണാറക്കണ്ണൻ. അവന്റെ നോട്ടം മറ്റെങ്ങുമല്ല, എൻ്റെ പഴങ്ങളിലാണ്. മരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാർ ശ്രദ്ധയോടെ കേട്ടിരുന്നോ? ഇതാ നോക്കൂ, മരത്തിന്റെ കുറേ ഭാഗങ്ങൾ ഇവിടെ ചിതറിക്കിടപ്പുണ്ട്. ഇത് കൃത്യമായി അടുക്കി വെക്കാൻ ടീച്ചറിന് കൂട്ടുകാരുടെ സഹായം വേണം. ടീച്ചറിനെ സഹായിക്കുവോ?
ആദ്യം നമ്മൾ എന്താണ് വെക്കേണ്ടത്? മരത്തിനെ മണ്ണിനടിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുകൾ അല്ലേ? നമ്മൾ വേരുകൾ വെച്ചു. ഇനി എന്താണ് വേണ്ടത്? മരത്തിൻ്റെ തടി. നമ്മൾ മരത്തിൻ്റെ തടിയും വെച്ചു. ഇനി എന്ത് വേണം? മരത്തിന് ചില്ലകൾ വേണം. ചില്ലകൾക്ക് നമ്മൾ വേറെന്ത് പേര് കൂടെ പറയും? ശിഖരങ്ങൾ. നമ്മൾ മരത്തിൻ്റെ ചില്ലകളും വെച്ചു. അത് മാത്രം മതിയോ? എന്ത് വേണം? ചില്ലകളിൽ നിറയെ ഇലകൾ വേണം. നിറയെ ഇലകൾ വേണം. ഇലകളും നമ്മൾ വെച്ചു. അതുപോരാ, എന്ത് വേണം? പൂവ്. പൂവ് വേണം. പഴം. പിന്നെന്ത് വേണം? പഴങ്ങളും വേണം. നമുക്ക് വെക്കാം. പൂവും പഴങ്ങളും നമ്മൾ വെച്ചു. അങ്ങനെ നമ്മളൊരു വലിയൊരു മരം തയ്യാറാക്കി. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? കൂട്ടുകാരെ, നമ്മൾ നേരത്തെ മാ എന്ന അക്ഷരം പരിചയപ്പെട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? നമ്മൾക്ക് ഒന്നുകൂടെ മാ എന്ന് എഴുതി നോക്കാം. കേട്ടോ? എങ്ങനെയാ മാ എഴുതുന്നത്? വളഞ്ഞൊരു വര വരച്ച് നേരെ കൊണ്ടുപോയി മുട്ടിക്കുക. മാ എന്ന് എഴുതിയോ? ഈ മാ കൊണ്ട് നമ്മൾ ഒരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. എന്ത് ചിത്രമാണെന്ന് അറിയുമോ? നമ്മൾ നേരത്തെ കണ്ട അണ്ണാറക്കണ്ണൻ്റെ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? നമ്മൾക്ക് വരച്ചു നോക്കാം. ആദ്യം നമ്മൾ മാ എന്ന് എഴുതുന്നു അല്ലേ? ഇനി എന്ത് വേണം? നമ്മുടെ അണ്ണാറക്കണ്ണൻ എന്ത് വേണം? 2 കണ്ണുകൾ വേണം. നമ്മൾ 2 കണ്ണുകൾ വരയ്ക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? അണ്ണാറക്കണ്ണന് ഒരു മൂക്ക് വേണം. അണ്ണാറക്കണ്ണൻ്റെ മൂക്ക് നമുക്ക് വരച്ചാലോ? ഇനി എന്താണ് വേണ്ടത്? നമ്മുടെ അണ്ണാറക്കണ്ണന് 2 ചെവികൾ വേണം. അണ്ണാറക്കണ്ണൻ്റെ ചെവികൾ നമുക്ക് വരച്ചു നോക്കാം. അണ്ണാറക്കണ്ണന് 4 കാലുകൾ വേണം. നമ്മൾക്ക് വരയ്ക്കാം. അണ്ണാറക്കണ്ണന് 4 കാലുകൾ. ഇനി എന്താണ് വേണ്ടത്? അണ്ണാറക്കണ്ണൻ്റെ ഭംഗിയുള്ള വാല് വേണം. നമുക്ക് വരയ്ക്കാം. നോക്കിക്കേ, നമ്മൾ അണ്ണാറക്കണ്ണൻ്റെ നല്ല ഭംഗിയുള്ള വാല് വരച്ചു. കൂട്ടുകാർക്ക് ഇഷ്ടമായോ? നമ്മുടെ അണ്ണാറക്കണ്ണൻ സുന്ദരനല്ലേ? കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായല്ലേ? എല്ലാവരും ഒന്നുകൂടെ വരച്ചു നോക്കണം കേട്ടോ. കൂട്ടുകാരെ, ഇന്ന് എന്തെല്ലാമാണ് ടീച്ചർ പറഞ്ഞു തന്നത്? നെൽപ്പാടം, നെൽച്ചെടി, മരം, മാ കൊണ്ട് അണ്ണാറക്കണ്ണനെ വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടീച്ചറിന് വീഡിയോ ആക്കി വാട്സപ്പ് ചെയ്യണം. നമ്പർ പറഞ്ഞു തരട്ടെ. 9447588588. പ്രിയ രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ മരങ്ങളെയും ചെടികളെയും കുറിച്ചാണ് കുട്ടികൾക്ക് പറഞ്ഞു നൽകിയത്. കൂടുതൽ മരങ്ങളെയും ചെടികളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കൂടാതെ ഇന്ന് മാ എന്ന അക്ഷരമാണ് നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ അക്ഷരം ഉപയോഗിച്ച് ധാരാളം വാക്കുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് കുട്ടികളുടെ ഉള്ളിൽ പതിയട്ടെ. ആഹു ഓഹു മരം മരം. എന്താ പിടികിട്ടിയോ? കിയാം കിയാം കുരുവി ഞാൻ കിയാം കിയാം കോ. കിയാം കിയാം കുരുവി ഞാൻ കിയാം കിയാം കോ. നമുക്ക് കാടുണ്ടാക്കി നോക്കിയാലോ? എന്തിനെ ആദ്യം ഉണ്ടാക്കണം?
അലിയനോണ്ട് പൂമ്പാറ്റുണ്ടാക്കി. അലിയനെ കൊണ്ട് സിംഹത്തിനുണ്ടാക്കി. പൂമ്പാറ്റ സൂര്യൻ.